പ്രവാസികളുടെ നെഞ്ചിൽ തീ കോരിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇറാന്റെ ഡ്രോണുകൾ. കുവൈറ്റിലും സൗദി അറേബ്യയിലും ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുകയാണ്. ഒരു മാസമായി പിന്നിടുന്ന യുദ്ധത്തിൽ കുവൈറ്റ് നാഷണൽ ഓയിൽ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മിന എൽ അഹമ്മദി എണ്ണ ശുദ്ധീകരണശാലയിലാണ് ഇപ്പോൾ ഡ്രോണാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് സ്ഥലത്ത് തീപിടുത്തമുണ്ടായി. അഗ്നിരക്ഷാ സംഘങ്ങൾ സ്ഥലത്തെത്തി തീ അണയ്ക്കുകയാണ്. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകളും ഡ്രോണുകളും തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. കുവൈറ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നാണിത്. ഇവിടെ പ്രതിദിനം 7,30,000 ബാരൽ എണ്ണയാണ് ശുദ്ധീകരിക്കുന്നത്. 7 ഡ്രോണാക്രമണമുണ്ടായെന്ന് സൗദി അറേബ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണ ശ്രമങ്ങളെല്ലാം പ്രതിരോധിച്ചുവെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ മധ്യ ഇറാനിൽ US-ന്റെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായാലും പൈലറ്റ് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും ഇറാൻ പറഞ്ഞതായി മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാഖിനും ജോർദാനും ഇടയിലുള്ള ട്രെബിൻ അതിർത്തി ക്രോസിംഗിൽ വെള്ളിയാഴ്ച രാവിലെ ഒരു ഡ്രോൺ തകർന്നു വീണെന്നും റിപ്പോർട്ടുണ്ട്. അതിനിടെ ഇറാനെ ബോംബിട്ട് ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ടെഹ്റാനിൽ ആക്രമണം കടുപ്പിച്ച US-ഉം ഇസ്രയേലും. ടെഹ്റാനിലെ നൂറ്റാണ്ട് പഴക്കമുള്ള മെഡിക്കൽ ഗവേഷണ കേന്ദ്രം, പാലം, സ്റ്റീൽ പ്ലാന്റുകൾ എന്നിവയാണ് ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത്. ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പുമുണ്ട്. ടെല്ലവീവിൽ ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ സൈന്യത്തിന് നാശമുണ്ടാക്കിയെന്നും ഇറാൻ അവകാശപ്പെട്ടു. ശത്രുക്കളുടെ അപമാനകരമായ കീഴടങ്ങൽ വരെ യുദ്ധം തുടരുമെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും മിസൈൽ ആക്രമണ മുന്നറിയിപ്പുമായി സൈറണുകൾ മുഴങ്ങി. ടെല്ലവീവിലും ദോഹയിലും ദുബായിലുമാണ് മുന്നറിയിപ്പുകൾ വന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഇസ്രയേലിലേക്ക് തുടർച്ചയായ മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത്. അബുദാബിയിലെ ഖലീഫ തുറമുഖത്തും സൗദിയുടെ കിഴക്കൻ മേഖലയിലും ആക്രമണമുണ്ടായി. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ പാലങ്ങളും ലക്ഷ്യമിടുമെന്നും ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. കരയുദ്ധത്തിന് US തയ്യാറായി എത്തിയാൽ നേരിടാൻ 70 ലക്ഷം ഇറാൻകാർ സജ്ജരാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാബിർ ഖാലിബഫ് അറിയിച്ചു. സൈന്യത്തിൽ ചേരാൻ ആഹ്വാനം ചെയ്ത് വലിയ പ്രചാരണം സർക്കാർ കഴിഞ്ഞയാഴ്ച ആരംഭിച്ചിരുന്നു. വിരമിച്ച സൈനികരുടെ സേവനവും തേടിയിരുന്നു. അർദ്ധസൈനിക വിഭാഗമായ ബാസിച്ച് ഫോഴ്സിൽ കുട്ടികളെ ചേർക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇറാനിൽ US സേന ഇറങ്ങിയാൽ ഒരൊറ്റ സൈനികനും ജീവനോടെ മടങ്ങിപ്പോവില്ലെന്ന് ഇറാൻ കരസേനാ മേധാവി മേജർ ജനറൽ അമീർ ഹാത്തമി പറഞ്ഞു. ഇറാന്റെ ഏറ്റവും കരുത്തുള്ള ആയുധങ്ങൾ ഇനിയും പുറത്തെടുത്തിട്ടില്ലെന്നും രാജ്യത്തിനും രഹസ്യായുധ ശേഖരവും ആയുധ ഫാക്ടറിയുണ്ടെന്നും ഇറാൻ സായുധ സേനാ വക്താവ് പറഞ്ഞു. നിങ്ങൾ ബോംബിട്ട് തകർത്ത കേന്ദ്രങ്ങൾ അപ്രധാനങ്ങളാണ്. നിങ്ങൾക്കറിയാത്ത കേന്ദ്രങ്ങളിലാണ് ഞങ്ങളുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് എന്നും സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം ദുൽഫഹാരി പറഞ്ഞു. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഊർജ്ജ വിതരണം പുനരാരംഭിക്കാനുള്ള വഴികൾ തേടി നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തി. ഇറാനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ എണ്ണവില വീണ്ടും ഉയർന്നു. ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ട് ബഹ്റിൻ അവതരിപ്പിച്ച പ്രമേയം UN രക്ഷാസമിതി ഇന്ന് വോട്ടിനിടും. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ പ്രതിരോധ മാർഗങ്ങളും പ്രയോഗിക്കാൻ അംഗരാജ്യങ്ങൾക്ക് അനുമതി നൽകുന്നതാണ് പ്രമേയത്തിലെ പ്രധാന വ്യവസ്ഥ. ഗൾഫ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ശക്തമായ പിന്തുണയോടെയാണ് ബഹ്റിൻ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ സൈനിക നടപടിക്ക് അനുമതി നൽകുന്നതിനെ ചൈന ശക്തമായി എതിർത്തു. റഷ്യയും ഫ്രാൻസും പ്രമേയത്തിലെ വ്യവസ്ഥകളിൽ എതിർപ്പ് രേഖപ്പെടുത്തിയതോടെയാണ് അന്തിമ തീരുമാനത്തിനായി വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.